ഹായ് ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കൺവെൻഷണൽ ഫുൾ കോപ്പർ ലൈറ്റിംഗ് അറസ്റ്റർ ഇൻസ്റ്റലേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 5 സ്പൈക്കുകളുള്ള ഫുൾ കോപ്പറിൽ വരുന്ന ഏകദേശം 1.2 മീറ്റർ ഹൈറ്റ് വരുന്ന അറസ്റ്ററാണ്, അല്ലെങ്കിൽ സ്പൈക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കൺവെൻഷണൽ റോഡാണ്, ഫ്രാങ്ക്ലിൻ റോഡ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള കൺവെൻഷണൽ ടൈപ്പ് ലൈറ്റിംഗ് അറസ്റ്ററാണ്. ഇവിടെ നമ്മൾ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് UPVC പൈപ്പുകളും അതുപോലെ തന്നെ ഇതിൻ്റെ സപ്പോർട്ടിംഗ് റോഡായിട്ട് 1.5 ഇഞ്ച് റൗണ്ട് GI പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ഇതിൽ നമ്മൾ ലൈറ്റിനിങ് അറസ്റ്റേഴ്സ് വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ചെയ്തു പോകുന്നതാണ് എപ്പോഴും. പിന്നീടുള്ള ലീക്കുകളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ടും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപകരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ റൂഫ് ടൈലുകൾ അല്ലെങ്കിൽ ഓടുകൾ പാകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടുള്ള സമയത്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം എന്ന് പറയുന്നത് ലൈറ്റിനിങ് അറസ്റ്ററിൻ്റെ സ്പൈക്ക് ആയിരിക്കണം. അത് കൃത്യമായിട്ട് നമ്മൾ നോക്കണം. വീടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഉയർന്നു നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലൈറ്റിനിങ് അറസ്റ്ററുകൾ തീരുമാനിക്കേണ്ടത് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ്. അവിടുത്തെ ഹൈറ്റ് അതുപോലെ തന്നെ ലൈറ്റിനിങ്ങിനുള്ള സാധ്യത ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 1 അടി സ്ക്വയർ പ്ലേറ്റ് ആണ് എർത്ത് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 4 അടിയോളം വരുന്ന കോപ്പർ സ്ട്രിപ്പ് അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ എർത്തിങ് കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പിറ്റ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഏകദേശം 5 അടിയോളം ആഴത്തിലാണ് കുഴിയെടുത്തിരിക്കുന്നത്. മണ്ണിൻ്റെ ഘടന അനുസരിച്ച് അല്ലെങ്കിൽ മണ്ണിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എർത്തിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ GI പൈപ്പുകൾ അല്ലെങ്കിൽ 3 മീറ്റർ എർത്തൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇവിടെ അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള സോയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 20 കിലോയോളം കെമിക്കൽ എർത്തിങ് കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം കുഴി ബാക്ക് ഫില്ല് ചെയ്യുന്നതാണ് കാണുന്നത്. നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് വേനൽക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ലെയർ ബൈ ലെയർ ആയിട്ട് വേണം കുഴി റീഫില്ല് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ ഈ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡൗൺ കണ്ടക്ടറായിട്ട് 50 സ്ക്വയർ mm അല്ലെങ്കിൽ 8 mm ഡയ വരുന്ന അലുമിനിയം ഡൗൺ കണ്ടക്ടറാണ്. ലൈറ്റ്നിങ് കൂടുതൽ സാധ്യതയുള്ള മേഖലകളിൽ 25 mm കോപ്പർ സ്ട്രിപ്പുകളും ഉപയോഗിക്കാറുണ്ട്. എർത്ത് ഐഡൻറ്റിഫിക്കേഷൻ ചേംബർ അല്ലെങ്കിൽ എർത്ത് പിറ്റ് ഇതിനോടുകൂടി നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എർത്ത് പിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും പിന്നീടുള്ള ഇൻസ്പെക്ഷനും വളരെ സഹായകരമാണ്.